തിരുവനന്തപുരത്തും മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിന് എതിരെ CPM നടത്തിയ സംഘർഷഭരിതമായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ എത്രയോ കേട്ടുകഴിഞ്ഞു. പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പലരും ഉന്നയിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. CPM നേതാക്കൾ സമ്പൂർണമായി CPM നടത്തിയ ഈ ഒരു ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ ചില ആളുകൾ EDയെയും അതുപോലെ CPMനെയും ഒരുപോലെ കുറ്റപ്പെടുത്തുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ രസകരമായ എന്നാൽ അല്പം സങ്കടകരമായ ചില കാര്യങ്ങളും ദൃശ്യങ്ങളുമൊക്കെ ഇതിനിടയിലൂടെ കണ്ടു. അതിലൊന്നായിരുന്നു MA ബേബിയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ച. ആ കാഴ്ചയെക്കുറിച്ചുള്ള വാർത്ത ഇന്നലെ കർമ്മ ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. മറ്റൊരു വിഷമകരമായ ഒരു കാഴ്ച, തിരുവനന്തപുരം അടക്കി വാണിരുന്ന തിരുവനന്തപുരത്തിന്റെ മുൻ നഗരസഭ മാതാവ് അല്ലെങ്കിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ്. ചുറ്റും വി ജോയ് അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഒക്കെ നിൽപ്പുണ്ട്. ആര്യ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, പക്ഷേ ശക്തി പോരാ. അതായത് എത്രയോ അതിശക്തയായ ഒരു ജനപ്രതിനിധിയായിട്ട് മേയറായിട്ട് വാർത്താ സമ്മേളനങ്ങളിലൊക്കെ തന്നെ കട്ടിച്ചാൽ പൊട്ടാത്ത പദപ്രയോഗങ്ങൾ നടത്തി എല്ലാവരെയും ഒരു തരത്തിൽ വിരട്ടി നിർത്തിയിരുന്ന, നഗരസഭാ ഉദ്യോഗസ്ഥരെ അടക്കം മുൾമുനയിൽ നിർത്തിയിരുന്ന ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഈ ദുർബലമായ മുദ്രാവാക്യങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത്. വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ ആര്യയെ വാഹനത്തിൽ കയറ്റിയാൽ ഞങ്ങൾ കൂടെ വരില്ല എന്ന് സ്ത്രീ സഖാക്കൾ പറഞ്ഞു. പിറ്റേ ദിവസം ശിവൻകുട്ടി സഖാവ് അത് തിരുത്തണം എന്ന ആര്യ വളരെ മര്യാദയ്ക്ക് ആവശ്യപ്പെട്ടു, പക്ഷേ തിരുത്തിയില്ല. ആര്യ രാജേന്ദ്രന്റെ മുദ്രാവാക്യം വിളിയാണ് ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും നിൽക്കുന്നത്. എങ്ങനെ നടന്ന വ്യക്തിയാണ്, ഏതൊക്കെ തരത്തിൽ നഗരത്തിലൂടെ തിരുവനന്തപുരം നഗരത്തെ അടക്കി ഭരിച്ചിരുന്ന അല്ലെങ്കിൽ നഗരം അടക്കി വാണിരുന്ന ഒരു രാജ്ഞിയെ പോലെ തിരുവനന്തപുരത്ത് കൂടി തിരുവനന്തപുരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ രാത്രിയും പകലും ഒക്കെ സഞ്ചരിച്ചിരുന്ന വ്യക്തിയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തും ഒരു ചെറിയ കുട്ടിയുമായിട്ട് ശിവൻകുട്ടി സഖാവിന്റെ പ്രചരണ യോഗത്തിൽ ആര്യ എത്തിയതും അല്പം വൈകിയാണെങ്കിലും മടങ്ങിയതുമൊക്കെ അതും നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. അതിന് സമാനമാണ് കഴിഞ്ഞ ദിവസം CPMന്റെ ഈ ഒരു പ്രതിരോധവും പ്രതിഷേധവും സംഘർഷവും ഒക്കെ നടക്കുന്ന ഇടയ്ക്ക് വന്നു നിന്ന് EDക്കെതിരെ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ, താഴ്ന്ന ശബ്ദത്തിൽ ആര്യ രാജേന്ദ്രൻ മുദ്രാവാക്യം വിളിക്കുന്നു. പുറത്ത് കേൾക്കാൻ പോലുമില്ല. ചുറ്റും നേതാക്കളുണ്ട്, അവരാരും ആര്യയെ നോക്കുന്നു പോലുമില്ല. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന് പറയുന്നത് പോലെ ഉയർന്നിങ്ങനെ നിൽക്കുകയായിരുന്നു. സിനിമാസ്കോപ്പ് പടം പോലെ കത്തി നിന്നിരുന്ന ആര്യ രാജേന്ദ്രൻ ഇന്ന് ഒരു സാധാരണ പ്രവർത്തകയായി മുദ്രാവാക്യം വിളിക്കാനുള്ള ആ ഒരു ശബ്ദഗാംഭീര്യം പോലുമില്ലാതെ തളർന്ന്, എന്നാൽ പേര് കേൾപ്പിക്കാനായിട്ട് CPM പ്രവർത്തകയായതുകൊണ്ട് അവിടെ വന്ന് EDക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. ഈ കാഴ്ച കണ്ട് പലരുടെയും ഹൃദയം തകർന്നിട്ടുണ്ടാകണം. ട്രോളുകളും പരിഹാസചരങ്ങളും വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് അവസാനിച്ചു എന്ന ഒരു നിരീക്ഷണം പൊതുവെ CPMൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ഇവരെ എവിടെങ്കിലും കൊണ്ടുപോയി നിർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രചരണത്തിന് കൊണ്ടുപോയാൽ അവിടെ CPM തോൽക്കും എന്നുള്ളത് ശിവൻകുട്ടി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അല്പം സഹതാപവും സങ്കടവും ഒക്കെ തന്നെ സാധാരണക്കാർക്ക് വരുന്നുണ്ട്.